Namaste viewers, welcome back to my new video. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്ന ഓപ്ഷനിൽ ബ്രേക്ക് ഔട്ട് എൻട്രി എങ്ങനെ എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പം നിഫ്റ്റിയുടെയാണ് എക്സാമിൽ എടുത്ത് വെച്ചിരിക്കുന്ന നിഫ്റ്റിയുടെ ചാർട്ടാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു സ്റ്റാർട്ട് നിങ്ങൾക്ക് പഠിക്കാനോ ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ഓഫീസ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മൾ ഓഫീസിലോട്ട് വരാവുന്നതാണ്. ചേർത്തല KSRTC സ്റ്റാൻഡ് അടുത്താണ്, ആലപ്പുഴ ഡിസ്ട്രിക്റ്റ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കി അറിയാൻ പറ്റും, ഇതിനകത്തൊരു വൈറ്റ് വേർട്ടിക്കൽ ലൈൻ ഇല്ലേ, അത് ഡേ സെപ്പറേഷൻ. അതായത് ഇന്നത്തെ മാർക്കറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ നമുക്ക് പ്രീവിയസ് ഒരു ബൈ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു ബൈ ട്രെൻഡിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്. ബൈ സിഗ്നലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പിറ്റേ ദിവസം ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് അതേ സിഗ്നൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. അതായത് ഇപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് ആ ബൈ ട്രെൻഡ് കണ്ടിന്യൂ ആണ്. അപ്പോൾ നമുക്ക് പിന്നെ ഒരു ബൈ വരത്തില്ല, കാരണം ഓൾറെഡി ഇവിടെ ഒരു ബൈ ആക്റ്റീവാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് അതിൽ എൻട്രി ചെയ്യാന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഒരു ഡയറക്റ്റ് എൻട്രി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും വീഡിയോസ് വരുന്നതാണ്. നമുക്ക് ഡയറക്റ്റ് എൻട്രി വരുമ്പോൾ എന്താ ഇവിടെ നമുക്ക് സിഗ്നൽ കാണിച്ചു തരും. അലേർട്ട് വരുമ്പോൾ ഈ ബൈ സിഗ്നൽ വരുമ്പോൾ അലേർട്ട് മെസ്സേജ് ഏറ്റവും മേളിൽ ടൈം ഡിസ്പ്ലേ ആവുന്നുണ്ട്. ബൈ അറ്റ് 21,929. അതായത് ബൈ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം, കോൾ ഓപ്ഷനാണ് ബൈ ചെയ്യേണ്ട. 21,929. ഈ 21,929 നമുക്ക് ആവശ്യമുള്ള ഏത് സ്ട്രൈക്കാണോ ഇൻ ദ മണിയോ അറ്റ് ദ മണിയോ ഔട്ട് ഓഫ് ദ മണിയോ സെലക്ട് ചെയ്യാം. ഇപ്പോൾ 900 അറ്റ് ദ മണി പോകാം, അല്ലെങ്കിൽ 21,800 700 ഇൻ ദ മണി പോകാം. ഔട്ട് ഓഫ് ദ മണി ആണെങ്കിൽ 22,000 22,100 അങ്ങനെ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന സ്ട്രൈക്കിൻ്റെ ചാർട്ട് നമ്മുടെ സോഫ്റ്റ് എന്താ ആ പർട്ടിക്കുലർ സ്ട്രൈക്കിൻ്റെ ചാർട്ട് തന്നെ ഓപ്പൺ ചെയ്ത് അവിടെ ബൈ ഉണ്ടെങ്കിലാണ് നമ്മൾ എടുക്കുന്നത്. അതാണ് നോർമൽ എൻട്രി. ചില സമയത്ത് നമുക്ക് ഇതുപോലെ കണ്ടിന്യൂഷൻ ട്രെൻഡ് വരും. ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്ന മാർക്കറ്റിൽ നമുക്ക് എങ്ങനെ ഓപ്ഷൻ എടുക്കാം എന്നുള്ളത് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂഷൻ മാർക്കറ്റിൽ എപ്പോഴും ഒരു ബൈയുടെ കണ്ടിന്യൂഷൻ ആണെങ്കിൽ റെസിസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്യുന്ന ലെവൽ വെച്ച് നമ്മൾ അതിൻ്റെ കോൾ ഓപ്ഷൻ എടുക്കാവുള്ളേ. ഇപ്പം നോക്കുകയാണെങ്കിൽ രാവിലെ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും നേരെ ഒന്ന് കയറിയിട്ട് പിന്നെ ഒന്ന് ഇറങ്ങി ഉണ്ട്. ഇവിടെ നിന്നാണ് റെസിസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്യുന്നത്. റെഡ് സ്റ്റാറാണ് റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ, റെസിസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ നിങ്ങൾ ബ്രേക്ക് ഔട്ട് നടന്ന ലെവൽ എന്ന് പറയുമ്പോൾ 22,200 സംതിങ് 260 ആ ലെവലില്ല. അപ്പോൾ നമുക്ക് 22,200 അറ്റ് ദ മണിയിലോ അല്ലെങ്കിൽ അതിൻ്റെ താഴത്തെ 100 അങ്ങനെയുള്ള ഇൻ ദ മണിയിലോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ മണി ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പം ഞാനൊരു എക്സാമ്പിളിന് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് വെച്ചാൽ 22,000 കോൾ ഓപ്ഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിഫ്റ്റിൽ ആ ബ്രേക്ക് ഔട്ട് വരുന്ന സമയത്ത് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ട്രൈക്ക് നിങ്ങൾ എടുക്കുക. ആ സ്ട്രൈക്കിൻ്റെ അകത്ത് ഇതുപോലൊരു റെസിസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് കയറിയിട്ടുണ്ടാവും. കണ്ടോ, ഇവിടെ റെസിസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്തു. അപ്പോൾ മാർക്കറ്റ് ഇവിടെ ഏത് ലെവലാണ് നിൽക്കുന്നത് ആ ലെവൽ അനുസരിച്ച് നിങ്ങൾ നേരെ അതിൻ്റെ മാർക്കറ്റിൽ ലെവൽ പ്രൈസ് ഏതാണ് നിൽക്കുന്നത് ആ പ്രൈസ് അനുസരിച്ച് നിങ്ങൾക്ക് ബൈ ചെയ്യാവുന്നതാണ്. അതായത് ഇത് 22,000 കോൾ ഓപ്ഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ബ്രേക്ക് ഔട്ട് വന്ന ലെവൽ എന്ന് വെച്ചാൽ ഈ ഒരു ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത് 284 നിന്ന് 305 വരെ പോകും. ഫോർ എക്സാമ്പിൾ നമ്മൾ 305 എൻട്രി എന്ന് വിചാരിക്കുക. ആ 305 നിന്ന് മാർക്കറ്റ് കയറിയിരിക്കുന്നത് വെച്ചാൽ 347 വരെ കയറിയിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ ചെറുതായിട്ട് ഇറങ്ങി ഇപ്പോൾ സൈഡുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി ഡയറക്റ്റ് എൻട്രി ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എടുക്കുന്ന പ്രീമിയത്തിനകത്ത് നമുക്ക് എൻട്രി എക്സിറ്റ് ഒക്കെ കാണിച്ചു തരിക. ഇപ്പോൾ പ്രീവിയസ് നമുക്കൊരു ബൈ വന്ന് 127 ബൈ വന്ന് അതിൻ്റെ ടാർഗറ്റ് 140, 150, 160 അങ്ങനെ നമുക്ക് ടാർഗറ്റ് കാണിച്ചു തരും. പക്ഷേ ഈ കേസ് എന്ന് വെച്ചാൽ നമ്മളൊരു കണ്ടിന്യൂഷൻ മാർക്കറ്റിലാണ് ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്ന മാർക്കറ്റ് ട്രേഡ് എടുക്കുമ്പോൾ ബ്രേക്ക് ഔട്ട് എൻട്രി എടുക്കുമ്പോൾ നമ്മുടെ ഓൺ ടാർഗറ്റ് എക്സിറ്റ് ചെയ്യാം. ഒരു 10-15 പോയിന്റ് 20 പോയിന്റ് ഒക്കെ മാർക്കറ്റ് കിട്ടുമ്പോഴത്തേക്കും നമ്മൾ നേരെ എക്സിറ്റ് കൊടുത്തേക്കുക. അപ്പോൾ സിമ്പിളായിട്ടൊരു ഒരു സ്ട്രാറ്റജിയാണിത്. ഡയറക്റ്റ് എൻട്രി ആണെങ്കിൽ പിന്നെ നമ്മൾ എടുക്കുന്ന സ്ട്രൈക്കിനകത്ത് തന്നെ എല്ലാം നമുക്ക് കാണാം. ഇങ്ങനെയുള്ള റെയർ സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ കണ്ടിന്യൂഷൻ മാർക്കറ്റിൽ മാത്രമേ ഇങ്ങനെ നമ്മൾ ബ്രേക്ക് ഔട്ട് റെസിസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്യുന്ന ലെവൽ വെച്ച് എടുത്തേച്ചാൽ മതി. അപ്പോൾ ഇത് ഞാൻ കാണിച്ചത് നമ്മൾ എടുക്കുന്ന വീഡിയോസ് എല്ലാം ലൈവ് മാർക്കറ്റിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ലൈവായിട്ടാണുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ താഴെ കിടക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞ ഡയറക്റ്റ് ഉണ്ടെങ്കിൽ വരാം, അല്ലെങ്കിൽ ഓൺലൈൻ തന്നെ ഇത് നമുക്ക് കാണിച്ചു തരും. എന്നിട്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രം പ്രൊസീഡ് ചെയ്താൽ മതി. അപ്പം കൂടുതൽ അറിയണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.